തിരുവനന്തപുരത്ത് നടക്കുന്ന കലാഭാരതി ദേശീയ യുവനൃത്തോത്സവത്തിൽ സമാപിക്കുകയാണ്. നൃത്തോത്സവത്തിൽ ഇന്ന് കേരളത്തെ പ്രതിനിധീകരിച്ച ഭരതനാട്യം അവതരിപ്പിക്കുന്ന നർത്തകി മീര ശ്രീനാരായണ ഇന്ന് മോർണിംഗ് ഷോയിൽ അതിഥിയായിരുന്ന. മീര, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. ഇന്നത്തെ അവസാന ദിവസമായി ഇന്ന് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പോവുകയാണ്. എന്താണ് ഇത്രയും വലിയൊരു അവസരം ലഭിച്ചതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്? ആദ്യം തന്നെ കലാഭാരതിക്ക് വലിയൊരു നന്ദി പറയുകയാണ്. കാരണം കേരളത്തിൽ ഇപ്പോൾ അപ്കമിങ് ടാലന്റിന് നല്ലൊരു വേദി നൽകുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയാൻ കലാഭാരതി വിരലിൽ എണ്ണാവുന്ന ഏതാനും ഓർഗനൈസേഷൻസ് മാത്രമേ ഉള്ളൂ. അത്തരം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് ആദ്യം നന്ദി പറയുന്നു. പിന്നെ ഈ അവസരം എനിക്ക് എൻ്റെ അച്ഛനമ്മ, എൻ്റെ എല്ലാം, എന്റെ ഗുരുക്കന്മാർ, എന്റെ സുഹൃത്തുക്കൾ, അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്നെ സഹായിച്ചതിന്. ദൈവത്തിനോട് എല്ലാവരും നന്ദി പറയുകയാണ്. വളരെ സന്തോഷം ഈ ഒരു അവസരം കിട്ടിയത്. ഇന്ന് എത്ര മണിക്കായിരിക്കും നൃത്തം? 5:30 പറഞ്ഞിരിക്കുന്നത്. എല്ലാ തയ്യാറെടുപ്പുകളുമായോ? എന്താണ്? എല്ലാ തയ്യാറെടുപ്പുകളുമായോ? ഓ, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി നേരെ സ്റ്റേജിൽ. മേരിയെ പോലെ ഒത്തിരി യുവ നർത്തകർക്ക് അവസരം നൽകുന്ന ഒന്നാണ്. ഇത്തരത്തിലുള്ളൊരു അവസരം എനിക്ക് തോന്നുന്നു കേരളത്തിൽ യുവ കലാകാരന്മാർക്കും കലാകാരികൾക്കും ലഭിച്ചിട്ടില്ല. ഒരു വലിയൊരു അവസരം തന്നെയല്ലേ? അതെ അതെ, വളരെ വലിയൊരു കാര്യം. അവരെ നമ്മൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഒരുപാട് കാണാറുള്ളതാണ് കേരളത്തിൽ പ്രത്യേകിച്ച്. പുറമെ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്കമിങ് ടാലന്റിന് വളരെയധികം സാധ്യതകളുണ്ട്. കേരളത്തിൽ വളരെയധികം കുറവാണ്. അത് വളരെ സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് കലാഭാരതിക്ക് സാധിച്ചു എന്നത് വളരെ വലിയൊരു കാര്യം തന്നെ. 20 വർഷമായി നൃത്തം അഭ്യസിക്കുന്നു. ഞാൻ 6 വയസ്സ് തൊട്ട്. ഏതൊക്കെയാണ്? ഭരതനാട്യമാണ് ഞാൻ ബേസിക്കലി പഠിക്കുന്നത്. കലാക്ഷേത്ര നിർമ്മല നാഗരാജാന്റെ ഗുരു. ചെന്നൈയിലാണ് ഭരതനാട്യം പഠിക്കുന്നത്. ബാക്കി മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഭരതനാട്യത്തിൽ തന്നെ. ഇപ്പോൾ ആരുടെ കീഴിലാണ് നൃത്തം അഭ്യസിക്കുന്നത്? കലാക്ഷേത്ര ഗുരു, കലാക്ഷേത്ര നിർമ്മല നാഗരാജാണ് എൻ്റെ ഗുരു. എല്ലാവരും നൃത്തത്തിലൂടെ സിനിമയിലേക്ക് എത്താനുള്ള ഒരു മാർഗമായാണ് പലപ്പോഴും നൃത്തത്തെ കാണുന്നത്. എങ്ങനെയാണ് ഇതിലേക്ക്? സിനിമ എൻ്റെ ഒരു ലക്ഷ്യമൊന്നുമല്ല. പക്ഷെ അങ്ങനത്തെ നല്ല പ്രോജക്ട്സ് കിട്ടുകയാണെങ്കിൽ ചെയ്യും. അല്ലാതെ അതിനോട് അങ്ങനെ അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് ഞാൻ പറയില്ല. ഡാൻസ് തുടരുക, അത് നല്ല രീതിയിൽ ഓഡിയൻസിലേക്ക് എത്തിക്കുക, അവർക്ക് എന്റർടൈൻ ചെയ്യിക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം. അതിന്റെ ട്രഡീഷണാലിറ്റി കീപ്പ് അപ്പ് ചെയ്യുക. മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഭരതനാട്യം എല്ലാത്തിനും താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഏതിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഭരതനാട്യം തന്നെ. ഭരതനാട്യം വളരെയധികം ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഭരതനാട്യത്തോട് തന്നെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നാൻ? എനിക്ക് ചെറുപ്പം മുതലേ എന്താണെന്നറിയില്ല, ഭരതനാട്യം അതിന്റെ ഒരു ചടുലത ഒരുപക്ഷെ എന്റെ ശരീരത്തിന് പറ്റിയത് അതാണെന്ന് എനിക്ക് തോന്നിയിരിക്കാം. പിന്നെ അതിന്റെ കൂടുതൽ സാധ്യതകൾ, അങ്ങനെ ഭരതനാട്യത്തിനാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിരവധി വേദികളിൽ ഭരതനാട്യം മോഹിനിയാട്ടം എല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വേദിയിലേക്ക് കാത്തിരിക്കുന്നു. ഇതിനു മുൻപ് മീര ചെയ്ത നൃത്ത പരിപാടികൾ ഏറ്റവും പ്രിയപ്പെട്ടതായ ചോദ്യം ഏതാണ്? നിശാഗന്ധി ചെയ്തിട്ടുണ്ട്. ദർപ്പണ മൃണാലിനി സരാഭായുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫെസ്റ്റിവൽ, നഗരാണി ഫെസ്റ്റിവൽ ചെയ്തു. അങ്ങനെ ഒരുപാട് വേദികളുണ്ട്. അതെല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ്. എല്ലാ വേദികളും ഒരു പെർഫോമർക്ക് എന്നും പ്രിയപ്പെട്ടത് തന്നെയായിരിക്കും. നൃത്തോത്സവത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഒത്തിരി പല നൃത്തത്തിന്റെ കഥക്, ഒഡീസി, അങ്ങനെ പല നൃത്ത ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ്. അതിനെ എത്തരത്തിലാണ് നോക്കിക്കാണുന്നത്? ഒരുപാട് ടാലന്റഡ് ആയ ആർട്ടിസ്റ്റിനെ കാണാൻ പറ്റി. ഇപ്പോൾ തൃശ്ശൂരിൽ നടന്നു, കോഴിക്കോട് നടന്നു, ഇപ്പോൾ തിരുവനന്തപുരത്ത് കലാഭാരതി നടത്തുന്നു. അതിൽ ഒരുപാട് വ്യത്യസ്ത കലാരൂപങ്ങളാണ് അവർ കൊണ്ടുവരുന്നത്. കഥക്, ഒഡീസി, മണിപ്പൂരി, അങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് ഉണ്ട്. പിന്നെ നമുക്ക് കണ്ട് പരിചയമുള്ള ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, അങ്ങനെ ഒരുപാട് കലാരൂപങ്ങൾ. അതെല്ലാം ഒന്നു ചേരുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഒരു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു ഘടകം ഉയർത്തിപ്പിടിക്കുകയാണ് കലാഭാരതി ശരിക്കും ചെയ്യുന്നത്. നമ്മുടെ ട്രഡീഷണാലിറ്റി, നമ്മുടെ പാരമ്പര്യം എല്ലാം ഇവിടെ ഒത്തുചേരുകയാണ് ചെയ്യുന്നത്. അവരോട് സമ്മതിക്കാൻ കഴിയുന്നത് തന്നെ കൂടുതലായി ഒഡീസി അത്തരത്തിലുള്ള നൃത്തരൂപങ്ങളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. അതെ അതെ, വളരെയധികം കാണാനും സാധിച്ചു. നമുക്ക് കേരളത്തിലെ കുട്ടികൾക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയാൻ, കാണാൻ, അങ്ങനെ
നോർമൽ പെർഫോമൻസ് വന്ന് ചെയ്യുമ്പോൾ അവർക്ക് എന്തൊക്കെ തോന്നുന്നു, അവര് എങ്ങനെ ഈ വേദിയെ കാണുന്നു, അതെല്ലാം നമ്മൾ കണ്ടറിയുകയാണ്. അതേപോലെ നമ്മളും പുറത്തേക്ക് പോകുമ്പോൾ അതൊക്കെ നമ്മളെ ബാധിക്കുന്ന ഘടകങ്ങളായിരിക്കും. നൃത്തം മാറ്റി നിർത്തിയാൽ എന്തൊക്കെയാണ് മീരയുടെ മറ്റ് അഭിരുചികൾ, മറ്റ് താല്പര്യം? ഞാൻ BSc ഫിസിക്സ് തേർഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ശ്രീകൃഷ്ണ കോളേജിൽ ഫിസിക്സ് വളരെ ഇഷ്ടമാണ്. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, പാടാൻ വളരെ മോശമാണെന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാം ഇഷ്ടമാണ്. വരയ്ക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ വരയ്ക്കില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. യുവജനോത്സവ വേദികളിലൊക്കെ നിറസാന്നിധ്യമായിരുന്നു ആ കാലഘട്ടത്തെ മിസ് ചെയ്യുന്നു. അത് മറ്റൊരു രീതിയിലുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. സ്റ്റേറ്റ് കലോത്സവത്തിലെ ടോപ്പ് സ്കോറർ ആയിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കലാതിലകമായിരുന്നു. അതെല്ലാം വേറൊരു രീതി. പക്ഷെ ഇത്തരം സ്റ്റേജസിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ വേറൊരു സുഖമാണ് കിട്ടുന്നത്. കേരളത്തിന്റെ തനത് കലകളെ മീരയിൽ കൂടെ എങ്ങനെ സംസ്ഥാനത്തിന് പുറത്തേക്കും അതുപോലെ തന്നെ വളർന്നു വരുന്ന മറ്റു കുട്ടികൾക്കും എത്തരത്തിൽ അത് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് മീര പ്രതീക്ഷിക്കുന്നത്? കേരളത്തിലെ തനത് കല എന്ന് പറയുമ്പോൾ അതിൽ മോഹിനിയാട്ടമാണ് എനിക്കറിയുള്ളൂ. ഞാൻ തമിഴ്നാട്ടിലെ ഭരതനാട്യമാണ് പഠിക്കുന്നത്. അപ്പോൾ മോഹിനിയാട്ടം ചെയ്യുകയാണെങ്കിൽ അത് മറ്റൊരു സംസ്ഥാനത്ത് പോയി ചെയ്യുകയാണെങ്കിൽ തന്നെ അത് മാക്സിമം അതിന്റെ പ്യൂരിറ്റി കീപ്പപ്പ് ചെയ്ത് അതിനെ ഓഡിയൻസിലേക്ക് എത്തിക്കുക, ഒപ്പം ഓഡിയൻസിന് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യുക, അതൊക്കെയാണ് എൻ്റെ ഉദ്ദേശം. അതൊക്കെ സാധിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നർത്തകി എന്നറിയപ്പെടാൻ തന്നെയാണോ താല്പര്യം? പെർഫോമർ ആയിട്ടാണ് എനിക്ക് ഇഷ്ടം. അപ്പം ഫിസിക്സ് എന്താണെന്ന് പറഞ്ഞല്ലോ, അതിൽ കരിയർ കൊണ്ടുപോകാനാണ് താല്പര്യം. ഇന്ന് ശരിക്കും ഈ ഭരതനാട്യം, മോഹിനിയാട്ടം ഇതൊക്കെ ഏറ്റവും കൂടുതൽ മത്സരത്തിൽ മാത്രം ഒരു മത്സരാടിസ്ഥാനത്തിൽ മാറിയിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരുപാട് പ്രത്യേകിച്ച് കേരളത്തിലാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കോമ്പറ്റീഷൻ മൈൻഡഡ് ആയിട്ട് ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് ഒരു പക്ഷേ ഇത്തരം ഫെസ്റ്റിവൽസ് കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ മനസ്സ് മാറിയേക്കാം. കാരണം നമുക്കും ഇങ്ങനെ സ്റ്റേജസ് ചെയ്തുകൂടെ, പെർഫോം ചെയ്തുകൂടെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കലാഭാരതി പോലുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് വളരെ വലിയൊരു കാര്യമാണ്. ഒരു മത്സര ഇനമായാണ് പലപ്പോഴും നൃത്തത്തെയും മറ്റു നൃത്തേതര ഇനങ്ങളെയും കുട്ടികൾ കാണുന്നത്. പക്ഷെ ഒരു +2 കഴിയുന്നതോടെ പലരും അതിനോട് എന്താ പഠനത്തോടൊപ്പം നൃത്തവും കൊണ്ടുപോവുകയാണ്. അതിനെത്രയും പ്രോത്സാഹനം നൽകിയായിരുന്നു അച്ഛനും അമ്മയും, ഒപ്പം തന്നെ അധ്യാപകരും ഒക്കെ പ്രോത്സാഹനം നൽകിയിരുന്നു? പിന്നെ ഒരുപാട് ഞാൻ എന്തെങ്കിലും ഇപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതൊക്കെ അവരുടെ അനുഗ്രഹം, അവരുടെ സപ്പോർട്ടും കൊണ്ട് മാത്രമാണ്. അവര് ഇത്രയും സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരാളും മതിയല്ലോ നമ്മളെ താഴ്ത്താൻ. അതൊന്നും ഇല്ലാതെ ജഗദീശ്വരന്റെ സഹായത്താൽ ഇതുവരെ എത്തി നിൽക്കുന്നു. മീരയുടെ ഒരു ഡ്രീം വേദി എന്ന് പറയുന്നത് എന്തായിരിക്കും? എനിക്ക് അങ്ങനെ ഡ്രീം വേദിയില്ല. പക്ഷെ ഈ വേൾഡ് മൊത്തം ട്രാവൽ ചെയ്തിട്ട് എൻ്റെ പെർഫോമൻസസ് ഓഡിയൻസിലേക്ക് എത്തിക്കുക, എന്തെങ്കിലും മെസ്സേജ് നൽകുന്നതിലൂടെ, അതാണ് എൻ്റെ ലക്ഷ്യം. പുറം രാജ്യങ്ങളിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ പോയി നൃത്തം? കേരളത്തിന്റെ പുറത്ത് വരെ പോയിട്ടുള്ളൂ, ഇന്ത്യയുടെ പുറത്ത് വരെ പോയിട്ടില്ല, സാധിച്ചിട്ടില്ല. ഇതുവരെ നൃത്തം അവതരിപ്പിച്ചതിൽ മറക്കാൻ പറ്റാത്ത ഒരു അവസരമായി കരുതുന്നത് ഏതൊരു അവസരത്തെയാവും? ഇപ്പോൾ ഞാൻ കുറച്ച് വർഷമായിട്ടുള്ളൂ എൻ്റെ ടീച്ചർ കലാക്ഷേത്ര ഗുരു ശ്രീമതി നിർമ്മല നാഗരാജിന്റെ അടുത്ത് വന്നത്. ഈ അടുത്താണ് ഞാൻ കുറെ കാലത്തിന് ശേഷം വീണ്ടും സ്റ്റേജിൽ ഭരതനാട്യം ചെയ്യുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക അവസരമായിരുന്നു. നവനീതം ഒരു ഓർഗനൈസേഷന്റെ കീഴിൽ. അപ്പോൾ അത് വളരെ നല്ലൊരു അവസരമായിട്ട് തോന്നി. മീര ഭരതനാട്യം ചെയ്യും, മോഹിനിയാട്ടം, കുച്ചിപ്പുടി എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എങ്കിലും കൂടുതൽ ഏതിനോടാണ് താല്പര്യം കൂടുതൽ ചെയ്യാൻ? ഭരതനാട്യം തന്നെ. ഭരതനാട്യമാണ് എനിക്ക് ഇഷ്ടം, വളരെ ഇഷ്ടം. നൃത്ത ഇനങ്ങൾ പലപ്പോഴും മത്സര ഇനമായി മാറുന്നതിനെ കുറിച്ച് പറഞ്ഞു. അത് കുട്ടികൾ ഒരു പക്ഷേ അതൊരു ഗ്രേസ് മാർക്കിന് വേണ്ടിയുള്ള ഒരു കോമ്പറ്റീഷൻ പോലും ആകാറുണ്ട്. അത്തരത്തിൽ നൃത്ത ഇനങ്ങളെയും നൃത്തത്തെയും കാണുന്നവരോട് എന്താണ് മീരയ്ക്ക് പറയാനുള്ളത്? അതില് യാതൊരു ആയുസില്ലാത്തൊരു മോഹമായിരിക്കും. കാരണം ഇത് ഡാൻസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ആർക്കും പഠിച്ചു തീരാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മളൊന്നും പഠിക്കണമെന്നല്ല ശരിക്കും. അപ്പോൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടുക. ഇത് വെറും 10 മിനിറ്റിന്റെ കോമ്പറ്റീഷൻ ആയിട്ട് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയില്ല. ഞാൻ ഇത്രയും കാലം +2 വരെ കളിച്ചത് എനിക്കൊന്നും അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ പഠിച്ചു തുടങ്ങുന്നത് തന്നെ. അതേപോലെ ആയിരിക്കും മിക്ക കുട്ടികളും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരുപാട് പേരുണ്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇതിൽ സീരിയസ് ആയി കാണാൻ താല്പര്യമുള്ളവർ.
ഇതാണ് മീരയുടെ ചില മോഹിനിയാട്ടം മാത്രം കളിക്കണം മറ്റൊരാളെ ആരും കൊടുത്തില്ല യൂട്യൂബിലുണ്ട് ഇതാണ് തുടങ്ങിയ മീരയ്ക്ക് സ്വന്തമായ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റിലൂടെ മീര ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഇപ്പോൾ ഞാൻ ഒരു പെർഫോമറാണ്. അപ്പോൾ പെർഫോമർ എന്ന രീതിയിൽ എനിക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തണം, കോൺടാക്ട്സ് വർദ്ധിപ്പിക്കണം. അതിനാണ് വെബ്സൈറ്റ്. അത് കൂടുതൽ ചെയ്താൽ തന്നെ എൻ്റെ ഉദ്ദേശം നടക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ക്ലാസിക്കൽ ഡാൻസിന്റെ ആ ഒരു രീതി, അത് യാതൊരു രീതിയിലുള്ള കലർപ്പും കൂടാതെ അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ അത് മാക്സിമം അതിനോട് രീതി കൊടുക്കുക, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മീര ഇത്തരം കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും അത് മറ്റ് പുതിയ തലമുറയിലേക്ക് കൈമാറാനും മീരയുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ ഒരു കോൺട്രിബ്യൂഷൻസ് ആണ് ഇനിയുള്ള കാലത്ത് നമുക്ക് പ്രതീക്ഷിക്കാം? ഒരുപാട് ഡാൻസ് ഡ്രാമാസ് ചെയ്യാൻ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്യണം. ഒരുപാട് എനിക്ക് ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സസ് കിട്ടാൻ ഭയങ്കര താല്പര്യമാണ്. അത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വളരുന്ന നമ്മൾ സ്കൂളിൽ തന്നെ ഇത് തുടരുകയാണെങ്കിൽ, അതിന്റെ ട്രഡീഷണാലിറ്റി കീപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാവും അത് എത്രത്തോളം വിലയുള്ള സാധനമാണ് ഈ ക്ലാസിക്കൽ ഡാൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് പ്രയത്നിക്കണമെന്ന് ആഗ്രഹമുണ്ട്. മീരയുടെ കുടുംബത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ നൃത്തവേദികളിൽ സജീവമായി? നൃത്തവേദികളിൽ ആരുമില്ല. എൻ്റെ അമ്മാവനാണ്, എൻ്റെ മുത്തശ്ശനാണ് CM കരുണാകരൻ ആർട്ടിസ്റ്റ്. എന്തായാലും മീര വളരെ നന്ദി ഇന്ന് മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയതിന്. മീരയുടെ ആഗ്രഹം പോലെ വളരെ വലിയൊരു നർത്തകിയായി ലോകം മുഴുവൻ അറിയപ്പെടാനും നല്ല ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സസ് എടുക്കാനും എല്ലാം കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഇന്ന് നടക്കാനിരിക്കുന്ന നൃത്തോത്സവത്തിൽ കലാഭാരതി ദേശീയ യുവ നൃത്തോത്സവത്തിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. വളരെ നന്ദി. മോർണിംഗ് ഷോയിൽ ഇന്റർവ്യൂ